ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇന്നലെ നമ്മുടെ കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ചാണ്. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് ഒന്നും കിട്ടിയില്ല എന്നും പറഞ്ഞുള്ള പരാതിയാണ്. പക്ഷെ കേന്ദ്രത്തിന് പിടിച്ചു നിൽക്കണമെങ്കിൽ നിതീഷ് കുമാറിനും അതുപോലെ ചന്ദ്രബാബു നായിഡുവിനും അവരെ സംതൃപ്തിപ്പെടുത്തിയേ മതിയാവൂ. ഭരണം നിലനിർത്തണമെങ്കിൽ BJPക്ക് 240 സീറ്റുള്ളൂ. ഇവരുടെ രണ്ടുപേരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് BJPക്ക് ഭരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇനി വലിയ പ്രതീക്ഷകളൊന്നും വേണ്ട. ചന്ദ്രബാബുവിനും നിതീഷ് കുമാറിന് കൊടുത്തിട്ട് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നക്കാപ്പിച്ച നമുക്ക് കിട്ടും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് വികസിത ഭാരതം 2047 നടക്കണേ? വികസിത ഭാരതം നടക്കണമെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും അവർക്ക് അർഹതപ്പെട്ട ഫണ്ടുകൾ കിട്ടിയാൽ മാത്രമാണ് വികസിത ഭാരതത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ എല്ലാ വ്യക്തിക്കും എല്ലാ കുടുംബത്തിലേക്കും ധനസഹായം എത്തണം. എല്ലാ വകുപ്പിൻ്റെയും എത്തിയാൽ മാത്രമാണ് വികസനം എത്തുള്ളൂ. പട്ടിണി കിടന്നിട്ട് വികസിത ഭാരത സ്വപ്നം കണ്ടിട്ട് എങ്ങനെയാണ് നടപടി? ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം നമുക്ക് കാണാം.